ഇവിടെ ഇതുവരെ സ്റ്റാൻഡപ്പ് ചെയ്ത എല്ലാ മഹാരഥന്മാർക്കും മഹതികൾക്കും ഒരു വലിയ കൺഗ്രാറ്റ്സ്. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എത്രത്തോളം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ള എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഒരു ട്രൈ ആണ്. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നത് ഒരു കുമ്പസാര കഥയാണ്. കുമ്പസാര കഥ, കുമ്പസാര രഹസ്യമല്ല, കുമ്പസാര കഥമാണ്. എല്ലാവർക്കും കുമ്പസാരം എന്താണെന്ന് അറിയാൻ തോന്നുന്നു അല്ലേ? അറിയാമോ? അറിയാൻ അറിയാമോ? അതായത് നമ്മൾ ചെയ്ത പാപങ്ങളും തോന്നിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷൻ എന്നുള്ള രീതിയിൽ അച്ഛനോട് ഏറ്റു പറയുന്നത്. അപ്പം കുഞ്ഞിനെ തൊട്ടേ കുമ്പസാരിച്ചുള്ളവർക്കറിയാം, ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള പാപം എന്ന് പറയുന്നത് നമ്മളെ ഒന്ന് പ്രസന്റ് ചെയ്യുന്ന രീതിയാണ്. നമ്മളെ ചെന്ന് പറയാന്ന് പറയുന്നത് നമ്മൾ ആ പാപം ചെയ്യുന്നതിനേക്കാളും വിഷമമാണ് ചെന്ന് പറയുന്നത്. അപ്പോ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം ആദ്യമേ കുമ്പസാരിച്ച് തുടങ്ങിയ സമയത്ത് നമ്മൾ എല്ലാം ഇങ്ങനെ ഓർത്തിരിക്കും. ചിലർക്ക് മറന്നു പോകാൻ വേണ്ടി പേപ്പറിൽ കുറിച്ച് കോപ്പി ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് പതിയെ ഇങ്ങനെ നോക്കിയിട്ട് അച്ഛനിങ്ങനെ ഇരിക്കുന്നത് പതിയെ നോക്കി നോക്കി പറയും. ഇനി ചില സമയത്ത് ഇവിടെ നമ്മളെല്ലാം നോക്കി ചെല്ലും, അവിടെ ചെന്ന് ഈ പേപ്പർ കാണുന്നില്ല. അപ്പൊ വീണ്ടും അവിടുന്ന് വിശ്വസിച്ചെടുക്കല് അച്ഛൻ പറഞ്ഞു വീണ്ടും പ്രാർത്ഥന വീണ്ടും വന്നത്. പിന്നെ അത് മാറ്റിയിട്ട് അതിനുശേഷം പേപ്പർ ഔട്ട്ഡേറ്റഡ് ആണ് അല്ലെങ്കിൽ മിസ്സായി പോകുന്നുള്ളതുകൊണ്ട് കയ്യിൽ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇങ്ങനെ നോട്ട് ഒരു ക്ലൂ ആയിട്ട് 1 ഇന്നത് 2 ഇന്നത്, അപ്പൊ ആ ഓർഡറിൽ വേണം പറയാം. അപ്പം അത് നിർത്തിയെന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ട് ചെയ്യുന്ന കൂട്ടുകാരന്റെ ഷർട്ടിൽ എന്റെ പാപങ്ങൾ എഴുതി വെച്ചേക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ആ പരിപാടി നിർത്തിയത്. കാരണം സംസാരിച്ച് പോകുമ്പോഴേക്ക് ഇതെല്ലാം അതിന്റെ ഷർട്ടിലുണ്ട്, അതുകൊണ്ട് ആ പരിപാടി നിർത്തി. അപ്പം ഈ പള്ളിയിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ കുമ്പസാരിക്കുന്നവർക്ക് അറിയാം, ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിയിലെ സ്വന്തം വികാരിയത്തിനോട് കുമ്പസാരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ചെറിയ കാര്യമാണെങ്കിൽ ഇങ്ങനെ നോക്കി എങ്ങനെ നോക്കുന്നൊരു ഒരു ചിന്തയുണ്ട്. അപ്പം ഏത് പള്ളി ചെന്നാലും നമുക്ക് കാണാവുന്നത് സ്വന്തം അച്ഛൻ്റെ കുമ്പസരിക്കാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പള്ളിയിലൊക്കെ അച്ഛനുണ്ടാവും, അതിനിപ്പുറത്തൊരു 3 വേറെ അച്ഛന്മാരുണ്ടാവും, ഒരു പരിചയമില്ലാത്ത അച്ഛന്മാർ. അപ്പൊ അവിടെ മൊത്തം നല്ല ക്യൂ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരു 8-9 നിൽക്കുന്ന സമയം ഞങ്ങളുടെ അവിടെ ആണെങ്കിൽ മോഹൻസിഞ്ചറാണ് കുർബാനയിരുന്നത്. അപ്പൊ പുള്ളി ഞങ്ങൾക്ക് ക്ലാസ് കൊടുക്കുന്നത്. അപ്പൊ പുള്ളിയോട് ഇതൊക്കെ പറയാതൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിനെന്ത് മാർഗം ഉണ്ടെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ്. അപ്പം ആ സമയത്ത് പവർ കട്ട് ഉണ്ട്, ലോഡ് അരമണിക്കൂർ ഉണ്ടാവുന്ന ഇരുട്ടായിരിക്കും. സോ ചെറിയ കട്ട അവിടെ ഇവിടെ ഉണ്ടാവും. ആ സമയത്ത് ഒന്ന് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ കുമ്പസാരക്കൂടിന്റെ സൈഡിൽ ആരും അറിയത്തില്ല. അപ്പൊ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ആൾക്കാർ നല്ല പോലെ ക്യൂവില് ഭയങ്കര ആൾക്കാരാണ്. ഞാൻ ചെന്ന് മുട്ടുമേ നിന്നു. അപ്പൊ അപ്പുറത്തെ ആള് പറഞ്ഞാണ് അവിടെ 2 പേരും കൂടെ കുമ്പസാരിക്കാൻ വന്നു. അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി. അപ്പൊ മനസ്സിലാണ് അരമണിക്കൂറുണ്ട്. ഓക്കെ, അപ്പൊ അധികം അവിടെ ചെയ്തിട്ട് അച്ഛൻ അപ്പുറത്തെ സ്വന്തം അച്ഛൻ്റെ പോയിട്ട് കുമ്പസാരിക്കാൻ വേണ്ടി മുട്ടുമേ വന്നു. ഫ്രണ്ടിൽ ചെന്ന ആള് കുമ്പസാരിച്ച് വീട്ടിൽ പോയി. ഞാൻ ചെന്നവിടെ മുട്ട് കുത്തിയ വേറെ കറണ്ട് വന്നു. അപ്പൊ അച്ഛനെ ഇത് എഴുതിട്ട് പോകാൻ പറ്റില്ല, കാരണം എഴുതിട്ട് പോയി കഴിഞ്ഞാൽ എന്തോ പൊടി പാവം ചെയ്തെന്നായിരിക്കും. അത് കാരണം പിന്നെ അവിടെ നിന്ന് കുമ്പസാരിച്ചു. അങ്ങനെ അതോടുകൂടി ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, കുമ്പസാരിക്കാനുള്ള പേടി എന്ന് പറയുന്നത് അങ്ങനെ മാറും. അപ്പൊ അച്ഛനറിയാം ഇത്രയ്ക്ക് ഉള്ളൂ, ആ ഒരു രീതിയായി. പക്ഷെ അതിനകത്ത് വേറെ കാര്യം വെച്ചാൽ നമ്മൾ പറയുന്ന എന്ത് കാര്യങ്ങളാണേലും അത് പിന്നീട് അവർ അതിനെപ്പറ്റി ഒരു റെഫറൻസ് ഒന്നും ഇല്ല, അത് ഒഫീഷ്യലാണ്. പക്ഷെ നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും, ഇതിനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛനെങ്ങനെ എടുക്കും, എന്നെ ഇനി അങ്ങനെ കാണില്ല ഒരു ചിന്ത ഉണ്ടാവും. അപ്പം അത് ആ ഒരു കാലഘട്ടം അങ്ങനെ തീർന്നു. അതിനുശേഷം ജോലിക്കൊക്കെ വന്നു തുടങ്ങിയപ്പം ഈ നമ്മുടെ പള്ളിയിൽ അല്ലെങ്കിൽ അച്ഛന്മാര് തന്നെ തന്നേക്കുന്ന ഒരു ഓഫറാണ്, എല്ലാരും ഓരോരോ മാസം കുമ്പസാരിക്കാനാണ് സജസ്റ്റ് ചെയ്യാം. ഇനി പറ്റാത്തവര് അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്നാണ് പറയാം. അതിന് ആണ്ട് കുമ്പസാരം എന്നാണ് പറയാം. ഒരു വർഷം ചെയ്ത എല്ലാം കൂടെ ചെന്ന് ഫിനിഷ് ഓഫ് ചെയ്യാം. അപ്പൊ ക്രിസ്മസിന്റെ മുന്നേ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഈസ്റ്ററിന് മുന്നേ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ പലരും ക്രിസ്മസിന് മുന്നേ ഉള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യാം, കാരണം ഇത് പല സ്ഥലങ്ങളിൽ നടക്കാറില്ല. അപ്പോൾ ഞാൻ എടപ്പള്ളിയാണ് ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് വീട്ടിൽ പോകാനായിട്ട് വീട്ടിൽ പോയി അവിടെ ചെന്ന് കുമ്പസരിക്കാൻ പറ്റില്ല. അപ്പൊ ചെയ്തെന്ന് വെച്ചാൽ അവിടുത്തെ മാമംഗലം പള്ളിയുണ്ട്, മാമംഗലം പള്ളിയിൽ ചെന്ന് കുമ്പസരിക്കാതെ. അപ്പൊ ചെന്നപ്പോൾ ഓക്കെ 6 വട്ടം അവിടെ കുമ്പസാരമുണ്ട്. ഞാൻ ചെന്നപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ചെന്ന്. അപ്പൊ ഒരു സൈഡിൽ കുമ്പസാരിക്കുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്നപ്പോ അച്ഛൻ അവിടെ നിന്ന് ഭയങ്കര വേണം, വഴക്ക് പറയലും വേളൊക്കെ. അപ്പൊ ഞാൻ അവിടെ പലരും നോക്കി ആരാണ് കുമ്പസാരിക്കുന്നത്. അപ്പൊ ഒരു ചേട്ടൻ കുമ്പസാരിച്ചു, പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ വിയർക്കുക. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് പുള്ളി 10 എഴുന്നേറ്റ് പോയി അങ്ങനെ മാറി.
അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചെന്ന് അങ്ങോട്ട് ഒന്ന് കയറി കൊടുത്തു വേണം പറയാം. ചെന്ന് കുമ്പസാരിക്കാൻ നിന്ന് ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അച്ഛനെ നോക്കിയിട്ട് നമ്മുടെ ഈ നോമ്പും പാവമല്ല എന്നിട്ട് അച്ഛനെ പറയും. അച്ഛനൊരു റിബൽ മോഡിലാണ്. അച്ഛനങ്ങോട്ട് ഒച്ചമോളായി. അതായത് അച്ഛൻ പറഞ്ഞു തുടങ്ങിയത് ചെറിയ പാപത്തിനാണ്. പുള്ളി പറഞ്ഞത് കിങ്ഫിഷർകാർ എത്ര കോടിയാണ് വെട്ടിച്ചിട്ട് മുങ്ങിയേക്കുന്നത്, എന്നിട്ട് അതിനൊന്നും ആരും ഒരു പ്രശ്നമില്ല, ഇവന്മാരൊന്നും കുമ്പസാരിക്കത്തുമില്ല. അല്ലെങ്കിൽ ഇത്ര വലിയ കൊടിയ പാപമൊക്കെ ചെയ്തിട്ട് ഇവിടെ കുമ്പസാരിക്കേണ്ട കാര്യം എന്താ? അപ്പൊ ഞാൻ പതിയിൽ ഇങ്ങനെ നിൽക്കുക. പുറത്തോട് നോക്കിയപ്പോ ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. ശരിക്കും മുരുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതേ അവസ്ഥയാണ്. മുട്ടുമേ ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് പോകാനും പറ്റത്തില്ല. അവിടെ നിന്ന് അപ്പൊ അച്ഛൻ ഇതെല്ലാം പറഞ്ഞു ഉപദേശം കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു 20 സ്വർഗസ്നായതാവേ, 20 നന്മാർക്കേ, 20 പിതാവ്. സാധാരണ ഈ 5 കിട്ടുന്ന എനിക്ക് 20 കിട്ടിയപ്പോ ഞാൻ അച്ഛാ ഇതെന്താ ഇത്രയും കൂടുതൽ? അപ്പൊ അച്ഛനോട് പറയാം, നിന്നെ പോലുള്ള മാതിരി ഇതുപോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പുറത്തെ 20 കംപ്ലീറ്റ് ചെയ്ത്. അത് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ വീടാണ്. അതിന്റെ തൊട്ട് സൈഡിലൂടെ ചേട്ടനോട് ഇപ്പൊ പുള്ളി എന്റെ എന്തുവാടേ ഇത്, ഇത്രയൊക്കെ പാപം ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞ ചേട്ടൻ അറിയത്തില്ല, ഞാനിപ്പോ കിങ്ഫിഷറുകാർക്കുള്ള പാപത്തിന്റെ പരിഹാരം വരെ ചെയ്തിട്ടില്ല. 20 അല്ലേ അതെ, എനിക്ക് 20 അത് അങ്ങനെ തന്നു. അത് കഴിഞ്ഞ് പിന്നത്തെ വർഷം ഞാൻ അവിടുത്തെ പള്ളി ഒഴിവാക്കി, നേരെ എടപ്പള്ളി പള്ളി വിളിച്ചു. അപ്പൊ എടപ്പള്ളി പള്ളിയില് ആ പള്ളിപ്പള്ളി നമുക്ക് സമയമാണ്. അപ്പൊ അവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. അപ്പൊ ഒരച്ഛന്റെ ശരി മാത്രം തിരക്കില്ല. പണ്ടത്തെ ഓർമ്മ ഞാൻ കുഴപ്പമില്ല, നല്ല ആളെ നോക്കിയൊക്കെ ചെന്ന് നോക്കിയപ്പോ ഈ അച്ഛൻ ഈ മാമംഗലം പള്ളിയിലെ അച്ഛനാണ് അവിടെ അങ്ങോട്ട് പോയില്ല. അപ്പൊ നേരെ തിരിച്ച് ഇവിടെ വന്ന്, അപ്പൊ ക്യൂ അങ്ങ് കൂടുതലാണ്. ക്യൂവിൽ വന്ന് കയറി ഒരു 1.5 മണിക്കൂറോളം ക്യൂവിൽ നിന്ന് എല്ലാം കഴിഞ്ഞ്. അപ്പൊ എനിക്ക് ബസ് പോകുന്ന സമയത്ത് 8:30 ഒക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10 മണിക്കും 11 മണിക്കും ബസ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കുമ്പസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു. ലാസ്റ്റ് ഒരു 2 പേരും കൂടെ ഉള്ളൂ. 2 പേരുണ്ടായപ്പോ അച്ഛൻ അവിടെ നിന്ന്. അപ്പൊ ഈ ലോങ് ക്യൂവിൽ ഇടക്കച്ചന്മാര് വരും മാറും അങ്ങനെ പോകുന്നു. ഈ 2-3 പേരും കൂടെ നിൽക്കുന്ന സമയത്ത് അച്ഛൻ വന്നിട്ട് എല്ലാവരും എഴുന്നേറ്റെ. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കാം. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇത്ര ആൾക്കാരുള്ള സ്ഥിതിക്ക് ഇനി ഇൻഡിവിജ്വലി കുമ്പസാരിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ കണ്ണടച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ ഞാൻ അപ്പൊ കണ്ണടച്ചിട്ട് പ്രാർത്ഥിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, എല്ലാവരും മനസ്സിൽ വിചാരിച്ചല്ല ഇനി ഒരു സ്വർഗസ്ഥാനത്ത് വരുന്നത് ഒരു നന്മ ഇതാണ് ചെയ്ത് രൂപ മുത്തിട്ടങ്ങ് പോയിക്കോളാൻ. ഞാനപ്പോ ദൈവം ഇതിനാണോ ഞാൻ ഇത്ര നേരം നിന്നത്, ആദ്യം മുത്തിട്ട് പോയാൽ മതിയായിരുന്നു. അങ്ങനെ അതോടുകൂടി ഇവിടെയുള്ള കുമ്പസാരങ്ങൾ ഞാൻ നിർത്തി. ഞാൻ തിരിച്ച് വീട്ടിൽ തന്നെ നാട്ടിൽ തന്നെ കുമ്പസാരിക്കുന്ന രീതിയിലേക്ക് ഞാൻ മാറി.